ചെറുപ്പയിലെയും പരിസര പ്രദേശങ്ങളിലെയും തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ ചെറുപ്പ GLP സ്കൂൾ ശതാബ്ദിയുടെ നിറവിൽ 1926 പിന്നാക്ക പ്രദേശമായ ചെറുപ്പ ഊർക്കടവ് റോഡരികിൽ സ്ഥാപിതമായ സ്കൂളിൻ്റെ ശതാബ്ദി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളോട് ആഘോഷിക്കുമെന്ന് സ്വാഗതസംഘം ഭാരവാഹികൾ മാവൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 1-ന് ശതാബ്ദി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം സ്കൂൾ അങ്കണത്തിൽ PT റഹീം MLA നിർവഹിക്കും. ചെറുപ്പയിലും പരിസര പ്രദേശത്തുമുള്ള തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ ചെറുപ്പ GLP സ്കൂളാണ് ശതാബ്ദിയുടെ നിറവിലെത്തിയത്. 1926 പിന്നാക്ക പ്രദേശമായ ചെറുപ്പ ഊർക്കടവ് റോഡരികിൽ സ്ഥാപിതമായ സ്കൂളിൻ്റെ ശതാബ്ദി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളോട് ആഘോഷിക്കുമെന്ന് സ്വാഗതസംഘം ഭാരവാഹികൾ മാവൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയുടെ വിളംബരമറിയിച്ച് ഈ മാസം 30-ാം തീയതി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും പ്രദേശവാസികളെയും അണിനിരത്തി കായലം താഴ്വാരത്തു നിന്നും ആരംഭിച്ച് ചെറുപ്പ GLP സ്കൂൾ പരിസരം വരെ വാദ്യഘോഷങ്ങളോടെ ഒരു ഘോഷയാത്ര സംഘടിപ്പിക്കും. ഏപ്രിൽ 1-ാം തീയതി ശതാബ്ദി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം സ്കൂൾ അങ്കണത്തിൽ PT റഹീം MLA നിർവഹിക്കുമെന്നും മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് C മുനീറത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സ്കൂൾ നിലനിൽക്കുന്ന പ്രദേശത്തെ വാർഡ് മെമ്പറുമായ CP കൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം TK മുരളീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉമ്മർ എന്നിവർ സംബന്ധിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ഈ സ്കൂളിൻ്റെ 100-ാം വാർഷികം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് 10 കൊല്ലം മുമ്പ് 90-ാം വാർഷികം ആഘോഷിച്ചു, അവധി ആഘോഷം നടത്തിയിരുന്നു. അവധി ആഘോഷം നല്ല ഗംഭീരമായിട്ട് നല്ല പരിപാടിയായിട്ട് നടത്തിയത്. അതിനേക്കാട്ടിലും ഗംഭീരമാക്കണം എന്നാണ് ശതാബ്ദി ആഘോഷമാകുമ്പോൾ അതിനേക്കാട്ടിലും ഗംഭീരമാക്കണം എന്നാണ് ഞങ്ങളെ കാഴ്ചപ്പാട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി. കാരണം ഇന്ന് 30-ാം തീയതി ഘോഷയാത്ര കഴിഞ്ഞാൽ 1-ാം തീയതി ഇതിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം, അതിനുശേഷം വിവിധ ഘട്ടങ്ങളിലായിട്ട് ഒരു വർഷം പൂർത്തിയാക്കും. പല പരിപാടികളും ഒരു വർഷത്തിനുള്ളിൽ ക്ലാസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടും രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടും ഉള്ള പല പരിപാടികളും ഇവിടെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാനം മാർച്ച് സ്കൂൾ പൂട്ടുന്നതിന് മുമ്പായിട്ട് മാർച്ച് പൂട്ടുന്ന ദിവസം നമ്മൾ ഈ വാർഷിക ആഘോഷം സമാപനമായിട്ട് വാർഷികാഘോഷം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് പ്രോഗ്രാം, വാനനിരീക്ഷണം, ഗണിതശാസ്ത്ര പ്രോഗ്രാം, പരിസ്ഥിതി സംരക്ഷണ ക്ലാസ്, ചെസ് മത്സരം, സ്പോർട്സ്, ഇംഗ്ലീഷ് തിയേറ്റർ, മലയാളം തിയേറ്റർ, പുരാവസ്തു പ്രദർശനം, പരിസ്ഥിതി അറിയാനുള്ള യാത്ര, ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ്, സഹവാസ ക്യാമ്പുകൾ എന്നിവയും രക്ഷിതാക്കൾക്കായി പാരൻറ്റിംഗ് ക്ലാസ്, നിയമസഹായ വേദിയുടെ ക്ലാസ് എന്നിവയും നടത്തുമെന്നും സംഘാടകർ പറഞ്ഞു. മാവൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സ്വാഗതസംഘം ചെയർമാൻ രാജീവ് പിച്ചങ്ങോട്ട്, കൺവീനർ KC വിനോദ്, ട്രഷറർ KC രവീന്ദ്രൻ, CP കൃഷ്ണൻ, VS രഞ്ജിത്ത്, MP ശ്രീനിവാസൻ, സ്കൂൾ പ്രധാനാധ്യാപിക N ഗിരിജ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.